പ്രിയമുള്ള സഹോദരന്മാര്, സഹോദരിമാര്, ഇവിടെ ഈ നിക്കാഹ് കർമ്മത്തിന് ഏറ്റവും പവിത്രമായ ഇസ്ലാമിലെ നിക്കാഹ് എന്ന ചടങ്ങിലേക്ക് വധൂവരന്മാരും ആയി എത്തിയ ഷഹബാസിനും ഫാത്തിമ സഹല ഷറിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിക്കാഹിലൂടെ നല്ലൊരു കുടുംബബന്ധം നിലനിർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിക്കാഹിന്റെ ഒരു പ്രത്യേകത, ഒന്ന് രണ്ട് നാടുകളിൽ നിന്ന്, വിദൂരമുള്ള രണ്ട് നാടുകളിൽ നിന്നുള്ള രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുകയാണ്. അതിനോടൊപ്പം തന്നെ വധൂവരന്മാർ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടി എന്റെ ഈ പ്രബന്ധം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഈ സമയത്ത് ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ് എന്ന് മനസ്സിലാക്കി അവർക്ക് രണ്ടുപേർക്കും എന്റെ പ്രവാചകന്റെ ചര്യ ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ ഈ സദസ്സിലിരിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം എന്നത് ഇവർ ഇന്ന് ഇവിടെ വെച്ച് നിക്കാഹിലൂടെ ഈ പിതാവ് ഈ മകന് കൈകൊടുത്തുകൊണ്ട് ഇത്രയും കാലം താൻ വളർത്തിയ തന്റെ ചങ്കിലച്ചോരയായി, കരളിന്റെ കഷ്ടമായി, ഹൃദയത്തിന്റെ തുടിപ്പായി കൊണ്ടു നടന്ന മകളെ ഈ ഷഹബാസിനെ ഏൽപ്പിക്കുമ്പോൾ ഇവിടെ വെച്ച് അവർ ഒരു അടിത്തറ പാവുകയാണ്. ബിൽഡിംഗ് നമ്മൾ പണിയുമ്പോൾ അതിന്റെ ഏറ്റവും ശക്തിയായി ആ ബിൽഡിംഗ് നിലകൊള്ളണമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ഏറ്റവും നന്നായി പാകേണ്ടതുണ്ട്, പണിയേണ്ടതുണ്ട്. ഇവിടെ വെച്ചുകൊണ്ട് ഷഹബാസ് ഫാത്തിമത്ത് ഷറിന്റെ സഹല ഷറിന്റെ കൈകൾ പിടിക്കുമ്പോൾ, നിക്കാഹ് ചെയ്യുമ്പോൾ, മഹർ കൊടുക്കുമ്പോഴെല്ലാം ഒരു നല്ല കെട്ടുറപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഖുർആൻ പറഞ്ഞത് ഒരു സമാധാനപരമായ ജീവിതം അവർക്കുണ്ടാകണമെങ്കിൽ രണ്ട് ഘടകങ്ങളാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. മവദ്ദത്തും റഹ്മ, ഒന്ന് സ്നേഹവും റഹ്മൻ കാരുണ്യവുമാണ്. ഏതൊരു വ്യക്തിയുടെയും ഏതൊരു ആളുകളുടെയും ഇടയിൽ സ്നേഹമുണ്ടാകുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ കാരുണ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും മാറ്റം ഉണ്ടാകുന്നത് കരുണയോടുകൂടെ വർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ അവരുടെ ഇടയിൽ സ്നേഹം ഊട്ടി ഉറപ്പിക്കപ്പെടുകയുള്ളൂ. സാധാരണയിൽ നമ്മൾ ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കിയാൽ വിവിധങ്ങളായ പുഷ്പങ്ങൾ അവിടെ നല്ല ഭംഗിയിൽ നിൽക്കുന്നതായി കാണാം. അവിടെ പോയിരിക്കുന്ന ഒരു പൂന്തോട്ടത്തിൽ പോയിരിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷവും ആനന്ദകരവുമായ ഒരുപാട് നിമിഷങ്ങൾ അതിലൂടെ അവന് സമ്മാനിക്കപ്പെടാറുണ്ട്. എന്നതുപോലെ മുമ്പോട്ടുള്ള കുടുംബജീവിതം ഒരു പൂന്തോട്ടമാക്കി മാറ്റാൻ ഈ നവദമ്പതികൾക്കും എന്റെ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പൂന്തോട്ടത്തിലേക്ക് ഒരുപാട് കീടങ്ങൾ കടന്നു വരും. ആ പൂന്തോട്ടം കൃത്യമായി പരിപാലിച്ചില്ല എങ്കിൽ അതിന്റെ ആ ചെടികളുടെ ഇടയിലൂടെ കളകൾ വളർന്ന് ആ പൂന്തോട്ടത്തെക്കാൾ, ആ ചെടികളെക്കാൾ മുകളിലേക്ക് ഉയർന്നു വരികയും ആ പൂന്തോട്ടത്തെ മറച്ചുകൊണ്ട് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നതായി കാണാം. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും ആ ചെടികളുടെ ഇടയിൽ വരുന്ന ജീവിതമാകുന്ന പൂക്കളുടെ, ആ ചെടികളുടെ ഇടയിൽ വരുന്ന കളകൾ അതേ സമയത്ത് തന്നെ പറിച്ചു കളയുകയും അതുപോലെ അതിലേക്ക് ക്ഷുദ്രജീവികളായി കടന്നു വരുന്നതായ മുഴുവൻ കീടങ്ങളെയും കൃത്യമായ രീതിയിൽ മരുന്ന് നൽകി ഒരു പൂന്തോട്ടക്കാരൻ ആ പൂന്തോപ്പിനെ സംരക്ഷിക്കും പോലെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മുഴുവൻ കീടങ്ങളെയും കൃത്യമായ സമയത്ത് മരുന്ന് കൊടുത്തുകൊണ്ട് അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനും നമ്മൾക്ക് കുടുംബജീവിതം നടത്തുന്ന എല്ലാ ആളുകൾക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.